ഹലോ ഗൈസ്, ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പടവലങ്ങ വെച്ച തീയലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പടവലങ്ങ തീയലാണ്. അതിനായിട്ട് 2 കഷ്ണം പടവലങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയും പടവലങ്ങയും നല്ലപോലെ ചികി അരിയാം. അതുപോലെ തന്നെ ചുവന്നുള്ളിയും പടവലങ്ങയും നമ്മൾ ചികി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ നല്ലപോലെ വറുത്തെടുക്കാം. തേങ്ങ വറുത്ത ശേഷം നമുക്ക് അതിലോട്ട് കോക്കനട്ട് ഓയിൽ ശകലം ചേർത്ത് കൊടുക്കാം. അല്പം കോക്കനട്ട് ഓയിൽ ചേർത്ത് നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ചേർത്ത ശേഷം നമുക്കതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി വറുത്തെടുക്കുക. അതിനുശേഷം നമുക്ക് മിക്സിയിലേക്ക് നല്ലപോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വേവിച്ചെടുക്കാം. അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലപോലെ അടച്ചു വെച്ച് വേവിക്കുക. അതുപോലെ നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിനുള്ള മിക്സൊക്കെ നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കാം. അതുപോലെ തന്നെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് അരപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കഷ്ണങ്ങളിലോട്ട് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് കുറച്ച് നേരം കറിയൊക്കെ നല്ലപോലെ ഇളക്കി കുറുക്കിയെടുക്കാം. ഇതിനകത്ത് നമ്മൾ കടുകും കാര്യങ്ങളൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഈ കറി. അങ്ങനെ നല്ലപോലെ തിളച്ചൊക്കെ വരുന്നുണ്ട്. ഈ കറിയുടെ പാകം നല്ലപോലെ കുറുകി വരണം. നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.